വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഓണ സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുന്നുണ്ടോ? അപ്പോൾ കാണാത്തവർ ഉറപ്പായിട്ടും ചാനലിൽ കയറി കാണുന്നു കേട്ടോ. ഓരോ വിഭവം ഓരോ എപ്പിസോഡായിട്ടാണ് ഇടുന്നത്. ഓണ സീരീസ് കാണാത്തവർ ഉറപ്പായിട്ടും ഒന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് ഇന്ന് എരിശ്ശേരി തയ്യാറാക്കാം. നമ്മുടെ സദ്യയിലെ എരിശ്ശേരി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി എരിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഓണ സീരീസിൽ അപ്ലോഡ് ചെയ്ത ഓരോ എപ്പിസോഡിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ട റെസിപ്പി ഏതാണെന്ന് നോക്കി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനത് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് എരിശ്ശേരി തയ്യാറാക്കാം. എരിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൻപയറാണ്. ഇത് ഞാൻ ഓൾറെഡി 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇത് ആദ്യം നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ കുക്കറിലാണ് ഞാനിത് വേവിക്കുന്നത് കേട്ടോ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇത് വേവിക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഒരു 2-3 വിസിലൊക്കെ മതിയാവും കേട്ടോ. അത് ഓരോ കുക്കറിനനുസരിച്ചാണ്. വൻപയർ കുക്കായതിന് ശേഷം ഇനി ഇതിലേക്ക് മത്തൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഒരു വിസിലും കൂടി അടിച്ചെടുത്താൽ മതി. അതവിടെ നിന്ന് കുക്കാവട്ടെ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചതച്ചെടുക്കാനുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയത്, 2 വെളുത്തുള്ളി, 2 അല്ലിയാണ്, 3 പച്ചമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 6 ചെറിയുള്ളി. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും മത്തനും അതിൻ്റെ സ്റ്റോക്കോട് കൂടി തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും തിളക്കട്ടെ. ഇനി ഇതിലേക്ക് ആ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറവിടാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക്, ഞങ്ങളുടെ 3 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കൈപ്പിടി തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ തേങ്ങ വറുത്തിടുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക. അപ്പോൾ ഇതെന്തായാലും ചെയ്യണം കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. തേങ്ങ വറുത്ത് ഇതാണ് ഇതിൻ്റെ പരുവം. ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ സദ്യ സ്റ്റൈൽ എരിശ്ശേരി. വളരെ സിമ്പിളല്ല തയ്യാറാക്കാൻ. പിന്നെ നമ്മൾ തേങ്ങ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തേങ്ങ നമ്മൾ അരച്ചെന്ന് ചതച്ചും ചേർക്കണം, അതേപോലെ തന്നെ കുറച്ച് വറുത്തും ചേർക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ സദ്യയ്ക്ക് നിങ്ങൾ എരിശ്ശേരി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ വീട്ടിൽ വരുന്നവർ വന്നാൽ അവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടി കമൻസിലൂടെ പറയണേ. അതേപോലെ നമ്മുടെ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണം സീരീസിൽ ഓരോ ഓണ വിഭവങ്ങൾ ഓരോരോ എപ്പിസോഡിലായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും ചാനലിലുണ്ട്. ഞാൻ ഓണ സീരീസിൻ്റെ ഓരോരോ എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ നോക്കുകയാണെങ്കിൽ അതിലേത് ലിങ്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി കിട്ടുന്നതാണ്. അപ്പോൾ അതും എന്തായാലും നിങ്ങൾ കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ പറയണം. അതുപോലെ എന്തെങ്കിലും റെസിപ്പി സജഷൻസ് ഉണ്ടെങ്കിലും അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ഞാനത് അടുത്ത എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു സദ്യ സ്റ്റൈൽ എരിശ്ശേരിയുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പിസി റെസിപ്പികൾ കിട്ടാനും അതുപോലെ ഇപ്പോഴത്തെ ഓണ സീരീസിൻ്റെ ഓരോ എപ്പിസോഡും മിസ്സാവാതെ ഇരിക്കാനും നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ അടിപൊളി ഓണവിഭവവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടാറ്റാ.